എല്ലാവർക്കും നമസ്കാരം. 1947 ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വർഷം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയ ആ വർഷം തന്നെയാണ് ഇന്ത്യ രണ്ടായി വിഭജിക്കപ്പെട്ടത്. ഒരു ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപടം തന്നെ മാറിമറിഞ്ഞു അല്ലേ? ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം തലകീഴായി മറിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനൊരു വലിയ വിഭജനത്തിലേക്ക് നമ്മൾ എത്തിയത്? എന്തായിരുന്നു അതിനു പിന്നിലെ കാരണങ്ങൾ? നമുക്കതൊന്ന് ലളിതമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇത്രയും വലിയൊരു വിഷയം മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു കൃത്യമായ പ്ലാൻ വേണം. നമ്മളിവിടെ ആദ്യം വിഭജനം എന്ന സംഭവത്തെപ്പറ്റി സംസാരിക്കും, പിന്നെ അതിലേക്ക് നയിച്ച വർഗീയത എന്ന ആശയത്തെപ്പറ്റി പഠിക്കും, അതെങ്ങനെ പല ഘട്ടങ്ങളിലൂടെ വളർന്നു എന്ന് നോക്കും, അവസാനം ഇതെല്ലാം എങ്ങനെ ഒരു വലിയ ദുരന്തത്തിൽ കലാശിച്ചു എന്നും നമ്മൾ പരിശോധിക്കും. റെഡിയല്ലേ? ശരി, അപ്പോൾ നമുക്ക് നേരെ 1947ലേക്ക് പോകാം. ബ്രിട്ടീഷ് ഭരണം അവസാനിക്കാൻ പോകുന്നു. എല്ലായിടത്തും സ്വാതന്ത്ര്യത്തിന്റെ ആവേശമാണ്. പക്ഷേ ആ ആവേശത്തിനിടയിൽ തന്നെ രാജ്യത്തെ രണ്ടായി മുറിക്കുന്നതിനുള്ള ഒരുക്കങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു ശരിക്കും അന്ന് സംഭവിച്ചത്? അതെ, 1947 ഓഗസ്റ്റില് ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചപ്പോൾ ഒരു രാജ്യമല്ല, രണ്ട് പുതിയ രാജ്യങ്ങളാണുണ്ടായത്: ഇന്ത്യയും പാകിസ്ഥാനും. ഇതൊരു സാധാരണ അതിർത്തി നിർണയമായിരുന്നില്ല. ഇതിനു പിന്നിൽ വളരെ ശക്തമായ ഒരു ജനതയെ രണ്ടായി വിഭജിക്കാൻ ശേഷിയുള്ള ഒരൊറ്റ ആശയമുണ്ടായിരുന്നു. ആ ആശയമാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം, അഥവാ ടു നേഷൻ തിയറി. എന്താണിത് പറയുന്നേ? വളരെ സിമ്പിളാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് വ്യത്യസ്ത രാഷ്ട്രങ്ങളാണ്. അവർക്കൊരിക്കലും ഒന്നിച്ചു ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവർക്ക് രണ്ട് രാജ്യങ്ങൾ വേണം. പക്ഷെ ഈ ആശയം എവിടെ നിന്ന് വന്നു? ഇത് പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ചൊന്നായിരുന്നില്ല. വർഷങ്ങളുടെ ചരിത്രം അതിനു പിന്നിലുണ്ട്. അതാണ് നമ്മൾ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരൊറ്റ ആശയം എങ്ങനെയാണ് ഒരു വലിയ രാജ്യത്തെ വിഭജിക്കുന്നതിലേക്ക് നയിച്ചത്? അതിനുത്തരം കിട്ടണമെങ്കിൽ നമ്മൾ വിഭജനത്തിന്റെ മൂലകാരണമായ ഒരു വാക്കിലേക്കെത്തണം: വർഗീയത അഥവാ കമ്മ്യൂണലിസം. വർഗീയത എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ചിലപ്പോൾ മതപരമായ വഴക്കുകളോ മറ്റോ ആയിരിക്കാം. പക്ഷേ ചരിത്രപരമായി അതിന് കുറച്ചുകൂടി ആഴത്തിലുള്ളൊരർത്ഥമുണ്ട്. വിഭജനം മനസ്സിലാക്കണമെങ്കിൽ ഈ വാക്ക് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ചരിത്രകാരനായ ബിപിൻ ചന്ദ്രയെ പോലുള്ളവർ ഇതിനെ നിർവചിക്കുന്നത് ഒരു ആധുനിക പ്രതിഭാസമെന്നാണ്. അതായത് ഇത് പണ്ടേയുള്ള ഒന്നല്ല. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒറ്റക്കെട്ടായി ഒരു ദേശീയബോധം രൂപപ്പെടുത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടപ്പോൾ ആ വിടവിലേക്ക് കടന്നുവന്ന ഒന്നാണ് വർഗീയത. ബിപിൻ ചന്ദ്ര പറയുന്നത് വർഗീയതയ്ക്ക് 3 ഘട്ടങ്ങളുണ്ടെന്നാണ്. അതിലെ ആദ്യത്തെ പടി ഇതാണ്: ഒരേ മതം പിന്തുടരുന്ന ആളുകൾക്കെല്ലാം ഒരേ രാഷ്ട്രീയ സാമ്പത്തിക താൽപ്പര്യങ്ങളാണെന്ന വിശ്വാസം. അതായത് നിങ്ങളുടെ മതം ഏതാണോ അതായിരിക്കും നിങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങളെയും തീരുമാനിക്കുക എന്ന ചിന്ത. പക്ഷേ ഇതൊരു തുടക്കം മാത്രമായിരുന്നു. കാര്യങ്ങൾ ഇതിലും വഷളാകാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഈ വർഗീയ ചിന്ത ഒറ്റയടിക്ക് അതിന്റെ ഏറ്റവും തീവ്രമായ രൂപത്തിലേക്ക് എത്തിയില്ല. അത് പടിപടിയായി വളർന്നുവന്ന ഒന്നാണ്. നമുക്ക് ആ 3 ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് മനസ്സിലാക്കിയാൽ വിഭജനത്തിന്റെ ലോജിക് നമുക്ക് പിടികിട്ടു. നോക്കൂ, ആദ്യത്തെ ഘട്ടം നമ്മൾ നേരത്തെ പറഞ്ഞു: ഒരേ മതക്കാർക്ക് ഒരേ താൽപ്പര്യങ്ങൾ. രണ്ടാം ഘട്ടത്തിലെ ചിന്ത കുറച്ചുകൂടി വളർന്നു. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വ്യത്യസ്ത താൽപ്പര്യങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നൊരു നിലപാട്. പക്ഷേ 3-ാം ഘട്ടം, അതാണ് ഏറ്റവും അപകടകരം. അവിടെ എത്തുമ്പോൾ ഈ താൽപ്പര്യങ്ങളെ വ്യത്യസ്തം മാത്രമല്ല, പരസ്പരം ശത്രുതയിലാണെന്നും ഒരുമിച്ച് മുന്നോട്ടു പോകാൻ ഒരു വഴിയുമില്ലെന്നുമുള്ള തീവ്രമായ വിശ്വാസത്തിലേക്ക് കാര്യങ്ങളെത്തുന്നു. അതെ, കൃത്യമായി പറഞ്ഞാൽ ഈ 3-ാമത്തെ ഘട്ടത്തിലാണ് ഇനി ഒരുമിച്ച് പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരു പ്രത്യേക രാജ്യം വേണം എന്ന ആവശ്യമുയരുന്നത്. ഇതാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെയും പാകിസ്ഥാൻ എന്ന ആശയത്തിന്റെയും തുടക്കം. ശരി, അപ്പോൾ ഈ വർഗീയത എന്ന ആശയം എങ്ങനെ ഇത്രയധികം ആളുകളിലേക്കെത്തി? ഏതാശയത്തിനും വളരാൻ നല്ലൊരു മണ്ണ് വേണമല്ലോ. എന്തായിരുന്നു അന്നത്തെ ഇന്ത്യയിലെ സാമൂഹികവും സാമ്പത്തികവുമായ ആ മണ്ണ്? അതിന്റെ പ്രധാന കാരണം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുണ്ടായ സാമ്പത്തിക പിന്നോക്കാവസ്ഥയാണ്. ജോലികളും അവസരങ്ങളും വളരെ കുറവായിരുന്നു, പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ മധ്യവർഗത്തിന്. അപ്പോ ഈ കുറഞ്ഞ അവസരങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം വന്നപ്പോൾ അതിനെ എളുപ്പത്തിൽ ഒരു മതപരമായ മത്സരമായി മാറ്റിയെടുക്കാൻ ചിലർക്ക് കഴിഞ്ഞു. ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാണ്. പുതിയ കൊളോണിയൽ സാമ്പത്തിക വ്യവസ്ഥ വന്നപ്പോൾ പരമ്പരാഗതമായി കച്ചവടം ചെയ്തിരുന്ന വിഭാഗങ്ങൾക്ക്, അതിൽ കൂടുതലും ഹിന്ദുക്കളായിരുന്നു, പുതിയ അവസരങ്ങൾ കിട്ടി.
എന്നാൽ ഫ്യൂഡൽ അധികാരങ്ങളൊക്കെ നഷ്ടപ്പെട്ട മുസ്ലിം ഉന്നതവർഗത്തിന് ഈ മാറ്റവുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. ഈ സാമ്പത്തിക അന്തരം പതിയെ പതിയെ ഒരു സാമൂഹിക വിടവായി വളർന്നു. സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്തും ഈ വ്യത്യാസം പ്രകടമായിരുന്നു. ഒരു വിഭാഗം പുതിയ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി സർക്കാർ ജോലികളിൽ കയറിയപ്പോൾ യാഥാസ്ഥിതികമായ എതിർപ്പുകൾ കാരണം മറ്റൊരു വിഭാഗം അതിൽ നിന്നും മാറി നിന്നു. ഇത് ഭരണരംഗത്തെ പ്രാതിനിധ്യത്തിൽ വലിയ അസന്തുലിതാവസ്ഥയുണ്ടാക്കി. സ്വാഭാവികമായും ഇത് തങ്ങൾ പിന്നോട്ടു പോകുന്നു എന്നൊരു തോന്നൽ ഒരു വിഭാഗത്തിൽ ശക്തമാക്കി. ഓക്കെ, അപ്പൊ ഈ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥ ഇതെങ്ങനെയാണ് അവസാനം വിഭജനം എന്ന ആ വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത്? നമുക്ക് ആ ഡോട്ടുകളൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. വളരെ ലളിതമാണ്. തങ്ങൾ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നോട്ടു പോവുകയാണെന്ന തോന്നൽ ഒരു വിഭാഗത്തിൽ വലിയ നിരാശയുണ്ടാക്കി. ഈ നിരാശയെ മുതലെടുക്കാൻ എളുപ്പമായിരുന്നു. നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം മറ്റേ മതക്കാരാണ്, അവരുമായിട്ട് ഒരുമിച്ചു പോയാൽ രക്ഷയില്ല എന്നു പറയുന്ന തീവ്രവർഗീയ ആശയങ്ങൾക്ക് വളരാൻ പറ്റിയ ഏറ്റവും നല്ല മണ്ണായി ആ നിരാശ മാറി. പിന്നെ സംഭവിച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ്. ദ്വിരാഷ്ട്ര സിദ്ധാന്തം ഒരു യാഥാർത്ഥ്യമായി. രാജ്യം രണ്ടായി മുറിക്കപ്പെട്ടു. അതിർത്തിയുടെ ഇരുവശത്തും ഭയാനകമായ അക്രമങ്ങൾ നടന്നു. ലോകം കണ്ട ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹങ്ങളിലൊന്ന് സംഭവിച്ചു. ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് അവരുടെ വീടും ജീവനും നഷ്ടപ്പെട്ടു. വിഭജനം നടന്നിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. പക്ഷേ അതിന്റെ മുറിവുകൾ ഇന്നും ഉണങ്ങിയിട്ടുണ്ടോ? ആ ചരിത്രപരമായ വേർതിരിവിന്റെ അലയോലുകൾ ഇന്നത്തെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? ഈ ചരിത്രം പഠിക്കുന്നത് വളരെ പ്രധാനമാണ്. കാരണം അത് നമ്മുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചും നാളെയെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ.